ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഒഴിഞ്ഞ കളർ കുപ്പിയിൽ ആണ് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 വീടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബോട്ടിൽ വൃത്തിയാക്കി എടുക്കണം. അതിലേക്ക് കാർഡ്ബോർഡ് പീസ് ആ ഒരു റൗണ്ടിൽ, കുപ്പിയുടെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുകയാണ് നമ്മൾ. മുകളിലും, ഏറ്റവും മുകളിലും, നടുക്കും താഴെയും, അങ്ങനെ 3 എണ്ണമാണ് നമ്മൾ ഒട്ടിക്കുന്നത്. നമ്മൾ ആ കുഞ്ഞി കുപ്പിയിലല്ലേ വീടുണ്ടാക്കുന്നത്, അപ്പോൾ അതിനൊരു അടപ്പും നമ്മൾ ആ വീടിന് തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. കാർഡ്ബോർഡ് പീസ് കൊണ്ട് തന്നെയാണ് അടപ്പ് ചെയ്യുന്നത്. കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചിട്ട് താഴത്ത് മേലായിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഏറ്റവും ചെറുത് താഴത്ത്, ഏറ്റവും വലുത് നടുക്ക്, അതിന് ചെറുത് മുകളിൽ. അപ്പോൾ നമുക്കൊരു ഡിസൈൻ പോലെ അടപ്പ് കിട്ടും. ഇതിന് മുകളിലേക്ക് നമുക്ക് പേപ്പർ, അത് എന്തെങ്കിലും പേപ്പർ ജസ്റ്റ് ഒന്ന് ആ 3 കാർഡ്ബോർഡ് തമ്മിൽ ഒന്ന് കവർ ചെയ്യാനായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇനി ഫുള്ളായിട്ട് അതൊന്ന് കവർ ചെയ്യാനായിട്ട് ഞാനൊരു ടേപ്പ് ചുറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് മുകളിലേക്ക് നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് തേച്ച് പിടിപ്പിക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ ക്ലേയോ സിമൻറ്റോ വാൾപുട്ടിയോ, ഇത് ഓരോ ഓപ്ഷനും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുഖത്തിരുന്ന ടാൽക്കം പൗഡർ കുറച്ച് ഫെവിക്കോളായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ടെക്സ്ചർ പേസ്റ്റ് കിട്ടും. അത് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഏത് ഡിസൈൻ, അത് ചെറുതായിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് ഉണങ്ങാൻ തുടങ്ങും. ആ ഉണങ്ങുന്ന സമയമാകുമ്പോൾ ജസ്റ്റ് നമുക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് അത് കത്തി കൊണ്ടോ വല്ലതും ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ അടപ്പിൽ ഉണ്ടാക്കുന്നതിലും ചെയ്തിട്ടുണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അതിന് മുകളിലേക്ക് ഒരു കുഞ്ഞു മുത്തും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് പെട്ടെന്ന് ഉണങ്ങും. മാക്സിമം ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നല്ലപോലെ ഡ്രൈ ആയി തുടങ്ങും. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഡിസൈൻ ഇട്ട് കൊടുക്കാം. ഞാൻ ചുമ്മാ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കത്തി, ഞാനിതിപ്പോൾ വീട്ടിലെ കത്തിയാണ്, അതായത് നമുക്ക് ക്ലേ മോഡലിംഗ് ടൂൾ ഉള്ളവർക്ക് അതൊക്കെ വെച്ചിട്ട് ചെയ്യാം. ഏതാണോ സൗകര്യം അത് വെച്ചിട്ട് ചെയ്യാം. ബ്ലേഡൊക്കെ വെച്ചിട്ട് ചെയ്താലും നല്ല ഒരു ഇത് കിട്ടും. പിന്നെ കുഞ്ഞു കുട്ടികളൊന്നും ബ്ലേഡൊന്നും എടുക്കാതിരിക്കുക. അങ്ങനെ നമുക്ക് മുഴുവൻ വരഞ്ഞെടുക്കാം. വരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അതിന് നമ്മൾ അടപ്പൊക്കെ വെച്ച് നോക്കണം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് കഴിഞ്ഞിട്ട് അടപ്പ് കയറുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. നമുക്ക് ബേസ് കോട്ടായിട്ട് ബ്ലാക്ക് അടിച്ചു കൊടുക്കാം. ശരിക്കും ഇതൊക്കെ കുഞ്ഞി കുപ്പി ആയതുകൊണ്ട് ഇതിലൊക്കെ വീട് ഉണ്ടാക്കിയാലും കാണാൻ ഭംഗിയാണ്. ആര് ചെയ്താലും ഭംഗിയായിരിക്കും. ഒന്ന് വീട് ചെയ്ത് നോക്കുക, നല്ല രസമായിരിക്കും. ബ്ലാക്ക് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. ഞാൻ ഒരു ലൈറ്റ് ബ്രൗൺ വെച്ചിട്ട് ആദ്യം ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡാർക്ക് ബ്രൗൺ ഒന്ന് അടിച്ചു കൊടുക്കാം. അടപ്പിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബോട്ടിലും ചെയ്യാം. നമ്മുടെ ആ ഒരു ബ്രൗൺ ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പുറത്ത് വൈറ്റ് വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് വൈറ്റ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ആ ബ്രൗൺ ഷെയ്ഡും കിട്ടണം, നമുക്ക് വൈറ്റ് ഷെയ്ഡും കിട്ടണമെന്ന് വിചാരിച്ചിട്ട്. ഇതുപോലെ തന്നെ നമുക്ക് ആ ബോട്ടിലിൻ്റെ ഭാഗത്തും വൈറ്റ് കളർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ വൈറ്റ് കളർ വെച്ച് ഫുള്ള് ഹൈലൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് ഞാനൊരു ചെറിയ ഗ്രീൻ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്, മെറ്റാലിക് ഗ്രീനാണ്. ഏറ്റവും പുറത്ത് ഗോൾഡൻ കളറും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീടിനൊരു കതക് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ക്ലേ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയിട്ട് ഇങ്ങനെ വെച്ചതാണ്. അതിനൊരു ബ്രൗൺ ഷെയ്ഡ് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തൊന്ന് ഗോൾഡൻ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തു. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ആദ്യത്തെ വീട്. ജസ്റ്റ് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പ്ലാസ്റ്റർ ഓഫ് പാരീസും നമ്മുടെ ആ ഒരു ബോട്ടിലും കാർഡ്ബോർഡും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ക്ലേയും, കുറച്ച് ക്ലേ, ഈ ക്ലേക്ക് പകരം വല്ല ത്രെഡ് വെച്ചാലും മതി. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ വീട്. ഇഷ്ടമായെങ്കിൽ ചെയ്ത് നോക്കുക. നമുക്ക് രണ്ടാമത്തെ വീടും നമ്മൾ ഈ കുഞ്ഞു കുപ്പിയിൽ തന്നെയാണ് ചെയ്യുന്നത്. നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. രണ്ടാമത്തെ വീട്ടിലും നമ്മൾ അത് കണക്കത്തെ ബോട്ടിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ അലൂമിനിയം ഫോയിൽ ഒന്ന് ചുറ്റി കൊടുക്കുക. ഇതെന്തോ സാധനം വാങ്ങിച്ചപ്പോൾ കിട്ടിയ അലൂമിനിയം ഫോയിലാണ് കേട്ടോ, ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. അതിൻ്റെ പുറത്തേക്കൊന്ന് ചുറ്റി കൊടുക്കുക. ഒരു എന്താ പറയുന്നത്, ഒരു തള്ളൽ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. പേപ്പർ ചുറ്റി കൊടുത്താലും മതി. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് തേച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഫെവിക്കോളിൻ്റെ ട്യൂബ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അടപ്പാണ്. അതിൻ്റെ പുറത്തും കൂടി നമുക്കൊന്ന് പ്ലാസ്റ്റർ ഓഫ് പാരീസ് തേച്ച് കൊടുക്കാം.
ഇത് ആ കുപ്പിയുടെ മേളിൽ ഒട്ടിക്കേണ്ടതാണ്. അളവൊക്കെ കറക്റ്റാണോ, ഒട്ടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ക്ലേ കൊണ്ടിട്ട് ഒരു കൂടാരം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ആ മേൽക്കൂരയ്ക്ക് നമുക്ക് ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. കത്തി കൊണ്ട് വരഞ്ഞാലും മതി, അത് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ കത്തി കൊണ്ട് ഇങ്ങനെ ഓരോ വര ഇട്ട് കൊടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ കുനുകുനാന്നിങ്ങനെ കുത്തു ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ശരിക്കും നമ്മളിങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത് നമുക്ക് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കളർ കൊടുക്കുമ്പോൾ എങ്കിലേ അവിടെ ഇങ്ങനെ മേൽക്കൂര പോലെയൊക്കെ നമുക്ക് തോന്നുള്ളൂ, അതിങ്ങനെ പ്ലെയിനായിട്ട് അങ്ങ് കിടക്കും. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മേൽക്കൂര ഇത് നമ്മുടെ കുപ്പിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കളർ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ബേസ് കോട്ടായിട്ട് ബ്ലാക്ക് തന്നെയാണ് അടിക്കുന്നത്. ബ്ലാക്ക് ഫുള്ളായിട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മേൽക്കൂരയ്ക്ക് ബ്രൗൺ ഷെയ്ഡ് കൊടുത്തിട്ട് ഗ്രീൻ കളർ വെച്ചിട്ട് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കണം. താഴത്ത് നമ്മൾ ചെറിയൊരു വയലറ്റ് പോലത്തെ ഒരു കളറാണ് കൊടുക്കുന്നത്. ഇത് ഞാൻ ബ്ലൂവിനകത്ത് സ്കൈ ബ്ലൂ കുറച്ച് ചേർത്തൊന്ന് മിക്സ് ചെയ്തതാണ്. അപ്പോൾ ഇതിനി നമുക്കൊന്ന് വൈറ്റ് കളർ വെച്ചിട്ട് അതിൻ്റെ പുറത്തൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. മുഴുവൻ നമ്മൾ വൈറ്റ് വെച്ച് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ആഷ് ഷെയ്ഡ് കിട്ടും. പിന്നെ നമ്മൾ മേൽക്കൂരയ്ക്ക് ഗ്രീൻ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കളറിങ്ങിൻ്റെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുല്ലൊക്കെ വെച്ച് കൊടുക്കാം. ഞാൻ ഇടയ്ക്കൊക്കെ ഒരു ഗ്രീൻ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പുല്ലായിട്ട് എടുത്തിരിക്കുന്നത് ചകിരിയാണ്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ മണ്ണെടുത്തിട്ടുണ്ട്, നമ്മൾ സ്പോഞ്ചൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ചകിരി വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അവിടെ ഇവിടെയായിട്ട് ഞാൻ സ്പോഞ്ചും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് സൈസിലുള്ള പുല്ലൊക്കെ നമുക്ക് തോന്നിക്കുന്നുണ്ട്. ഇനി നമുക്ക് മുകൾ ഭാഗത്ത് ഒരു ചതുരത്തിൽ കുഞ്ഞതായിട്ട് ക്ലേ ഇങ്ങനെ ഉരുട്ടിയിട്ട് അതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനൊരു ബ്ലൂ ഷെയ്ഡും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ വീടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ 2 കുഞ്ഞു വീടാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ എപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും. താങ്ക് യു ഫോർ വാച്ചിങ്.